ഹായ് ഓൾ, വെൽക്കം ടു ലേണിനോ. നമുക്ക് ഇന്ന് ഇലക്ട്രോകെമിസ്ട്രിയുടെ ബാക്കി ടോപ്പിക്സ് നോക്കാം. നമുക്ക് ലിഥിയം അയോൺ ബാറ്ററി വരെ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഫ്യൂവൽ സെൽ. എന്താണ് ഫ്യൂവൽ സെൽ? A fuel cell is a galvanic cell that converts chemical energy of a fuel and an oxidant directly to electrical energy. അതായത് ഒരു ഫ്യൂവലിൻ്റെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സെല്ലുകളാണ് ഫ്യൂവൽ സെൽ എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോകെമിക്കൽ കൺവേർഷൻ ഡിവൈസ്. ഒരു ഇലക്ട്രോകെമിക്കൽ കൺവേർഷൻ ഡിവൈസ് ആണ് ഈ ഫ്യൂവൽ സെൽസ്. ഇറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ബൈ കൺവേർട്ടിംഗ് ദ കെമിക്കൽ എനർജി ഓഫ് എ ഫ്യൂവൽ ആൻഡ് ആൻ ഓക്സിഡൻറ്റ് വിച്ച് റിയാക്ട് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഇത് എന്താ ചെയ്യുന്നത്? അത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. എങ്ങനെ? ബൈ കൺവേർട്ടിംഗ് ദ കെമിക്കൽ എനർജി ഓഫ് എ ഫ്യൂവൽ ആൻഡ് ഓക്സിഡൻറ്റ്. ഒരു ഫ്യൂവലിൻ്റെയും ഓക്സിഡൻറ്റിൻ്റെയും കെമിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യും ആരുടെ പ്രസൻസിൽ? ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിൽ. അപ്പോൾ അതായത് ഈ എനർജിയെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആക്കും. അങ്ങനെയാണ് ഫ്യൂവൽ സെൽസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂവൽ സെൽ ഈസ് എ ഗാൽവാനിക് സെൽ ദാറ്റ് കൺവേർട്സ് കെമിക്കൽ എനർജി ഓഫ് എ ഫ്യൂവൽ ആൻഡ് ആൻ ഓക്സിഡൻറ്റ് ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഫ്യൂവൽ സെല്ലിൽ പ്രധാനമായും നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഒരു ഫ്യൂവൽ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. നമുക്കിവിടെ ആസിഡ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലുള്ള ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ദ മോസ്റ്റ് സക്സസ്ഫുൾ ഫ്യൂവൽ സെൽ ഈസ് ദ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ബേസ്ഡ് ഓൺ ദ റിയാക്ഷൻ 2H2 plus O2 gives 2H2O. അതായത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. ഇത് 2H2 plus O2 gives 2H2O എന്ന് പറയുന്ന റിയാക്ഷൻ അനുസരിച്ച് ആണ് വർക്ക് ചെയ്യുന്നത്. ഹൈഡ്രജനും ഓക്സിജനും കൂടെ ചേർന്ന് വാട്ടർ ഉണ്ടാവുന്നു. ഇറ്റ് യൂസ് ഹൈഡ്രജൻ ആസ് ദ ഫ്യൂവൽ ആൻഡ് ഓക്സിജൻ ആസ് ദ ഓക്സിഡൻറ്റ്. അപ്പോൾ ഒരു ഫ്യൂവലും ഒരു ഓക്സിജനും കൂടെ ചേർന്നാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആണ് ഫ്യൂവല്, ഓക്സിജൻ ആണ് ഓക്സിഡൻറ്റ്. കൺസ്ട്രക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പോറസ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ് വിത്ത് മെറ്റൽ ക്രിസ്റ്റൽസ് ലൈക്ക് പ്ലാറ്റിനം. 2 പോറസ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡുകൾ എടുക്കുന്നുണ്ട്. ഇവിടെ ഫോസ്ഫോറിക് ആസിഡ് ആണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. കാരണം നമ്മൾ ആസിഡ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലുള്ള ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ് പഠിക്കുന്നത്. ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗ്യാസ് അണ്ടർ പ്രഷർ ആർ കണ്ടിന്യൂസ്ലി പാസ്ഡ് ത്രൂ ആനോഡിക് ആൻഡ് കാഥോഡിക് ചേംബർ. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ആനോഡിക് ചേംബറിലൂടെയും ഓക്സിജൻ കാഥോഡിക് ചേംബറിലൂടെയും പാസ് ചെയ്യിക്കുന്നു. അപ്പോൾ അവരുടെ പ്രഷർ എന്ന് പറയുന്നത് ഒരു 50 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ അണ്ടർ ആയിരിക്കണം. The cell operates at a temperature about 150 to 200 degrees Celsius because the ionic conductivity of phosphoric acid is very low at low temperature. ഇത് നടക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 150 to 200 ഡിഗ്രി സെൽഷ്യസിലാണ് നടക്കുന്നത്. കാരണം ലോ ടെമ്പറേച്ചറിൽ നമ്മുടെ ഫോസ്ഫോറിക് ആസിഡ്, അതായത് ആസിഡ് ഇലക്ട്രോലൈറ്റിൻ്റെ അയണിക് കണ്ടക്ടിവിറ്റി വളരെ കുറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ 2 പോറസ് ഗ്രാഫൈറ്റ് ഇലക്ട്രോഡ്സ് ഉണ്ട്. ദെൻ ഹൈഡ്രജൻ ഓക്സിജൻ അത് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് 50 അറ്റ്മോസ്ഫിയർ പ്രഷറിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് ആനോഡിലൂടെയും കാഥോഡിലൂടെയും പാസ് ചെയ്യിക്കുന്നു. Heat is generated during the reaction of hydrogen and oxygen, so cooling plates are used to maintain the temperature. അപ്പോൾ ഇത് ഹൈ ഹീറ്റ് എന്ത് ചെയ്യുന്നത്? ജനറേറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ്. അതുകൊണ്ട് തന്നെ കൂളിംഗ് പ്ലേറ്റുകൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ. ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. 2H2 gives 4H plus 4 ഇലക്ട്രോൺ. 2 ഹൈഡ്രജൻ എന്തായിട്ട് മാറും? 4H പ്ലസും 4 ഇലക്ട്രോണുമായിട്ട് മാറും. ആനോഡിൽ ഓക്സിഡേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഇലക്ട്രോൺ. ഇനി കാഥോഡിൽ ഇവർ കൊടുത്ത ഇലക്ട്രോണിനെയും H പ്ലസിനെയും കാഥോഡ് സ്വീകരിക്കും. ഇവിടെ കാഥോഡ് ആരാ? O2 plus 4H plus 4 ഇലക്ട്രോൺ ഗീവ്സ് 2H2O. ഇനി എന്ത് ചെയ്യണം? ഓവറാൾ റിയാക്ഷൻ എഴുതണം. അപ്പോൾ 4H പ്ലസും 4H പ്ലസും വെട്ടിപ്പോവും, 4 ഇലക്ട്രോണും വെട്ടിപ്പോവും. ബാക്കി 2H2 plus O2 gives 2H2O. 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്തിട്ട് 2 വാട്ടർ ഉണ്ടാവുന്നു. ഇതാണ് ഇതിൻ്റെ റിയാക്ഷൻ.
ഓക്കെ, അപ്പം ആനോഡിലെ ഹൈഡ്രജൻ 2H2 ഗീവ്സ് 4H പ്ലസ് 4 ഇലക്ട്രോൺ. ദെൻ ഇവർ കൊടുക്കുന്ന 4H+നെയും 4 ഇലക്ട്രോണിനെയും കാഥോഡിലെ ഓക്സിജൻ സ്വീകരിച്ച് വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ് അറ്റ് ആനോഡ് ആൻഡ് റിഡക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കാഥോഡ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഇവിടെ ഓക്സിജൻ, ഹൈഡ്രജൻ, ആനോഡ്, കാഥോഡ്, നടുക്ക് എന്ത് ചെയ്യുന്നു, ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു വോൾട്ട്മീറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൻ്റെ ഡയഗ്രാം. അപ്പോൾ എക്സാമിന് ഡയഗ്രാം വരയ്ക്കാനായിട്ട് പഠിക്കണം. നമ്മൾ ഫ്യൂവൽ സെല്ലിൻ്റെ വർക്കിംഗ് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു പാർട്ടാണ് ഡയഗ്രാം എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെല്ലിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. The fuel cell has high efficiency and can convert about 80% of available chemical energy to electrical energy. ഇത് ഹൈ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സെല്ലാണ്. 80%ഓളം കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി. ദ ഓൺലി ബൈ പ്രോഡക്റ്റ് ഈസ് വാട്ടർ, മേക്ക് ദം ഫ്രീ ഫ്രം പൊല്യൂഷൻ, നോയിസ്, വൈബ്രേഷൻ ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ. അതായത് ഇത് എക്കോ ഫ്രണ്ട്ലി ആണ്. കാരണം ഹൈഡ്രജനും ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് ഇവിടെ ഉണ്ടാകുന്നത് വാട്ടറാണ്. വാട്ടർ വേറെ എൻവയോൺമെൻറ്റിന് ദോഷമുള്ളൊരു വസ്തു അല്ല. Then continuous energy supply. They can provide continuous energy as long as reactants are supplied. നമ്മൾ എത്രത്തോളം റിയാക്റ്റൻസ് കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഇവിടെ എനർജി കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഫ്യൂവൽ സെല്ലിന് കഴിയും. Then space application. Lightweight and the byproduct water is used for drinking in space stations. ഇതിന് ഒത്തിരി സ്പേസ് ആപ്ലിക്കേഷൻ ഉണ്ട്. ബിക്കോസ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ഈസ് ലൈറ്റ് വെയ്റ്റ് ആൻഡ് ദ byproduct obtained is water. ഈ വാട്ടർ സ്പേസ് സ്റ്റേഷൻസിൽ ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ കോൺസ്റ്റൻറ്റ് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ. ഇവിടെ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് റിമൈൻ അൺചേഞ്ച്ഡ് ആണ്. അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ സിമ്പിൾ ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളുമാണ്, ഈസിയുമാണ്. ഫസ്റ്റ് പോയിന്റ്, ഫ്യൂവൽ ഹാസ് ഹൈ എഫിഷ്യൻസി. സെക്കൻഡ്, എക്കോ ഫ്രണ്ട്ലി. ദെൻ കണ്ടിന്യൂസ് എനർജി സപ്ലൈ, സ്പേസ് ആപ്ലിക്കേഷൻ, കോൺസ്റ്റൻറ്റ് ഇലക്ട്രോലൈറ്റ് കോൺസെൻട്രേഷൻ, ദെൻ ഫൈനലി സിമ്പിൾ ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ഹാസ് സർട്ടൻ ഡിസഡ്വാൻറ്റേജസ്. അതെന്തൊക്കെയാണ്? Disadvantages of hydrogen oxygen fuel cell. First one is electrocatalyst issues. Difficulty in finding a suitable electrocatalyst that function efficiently for long period without contamination. അതായത് ഇലക്ട്രോകാറ്റലിസ്റ്റ് ഇഷ്യൂ. അതായത് കൃത്യമായിട്ടുള്ള ഒരു ഇലക്ട്രോകാറ്റലിസ്റ്റിനെ ഫൈൻഡ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി. അത് യൂസ് ചെയ്യുമ്പോൾ ഒത്തിരി നാൾ കണ്ടാമിനേഷൻ ഇല്ലാതെ പോകണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇലക്ട്രോ കാറ്റലിസ്റ്റിനെ കണ്ടുപിടിക്കാനുള്ള ഇഷ്യൂ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദെൻ ഗേഷ്യസ് ഫ്യൂവൽ സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. ഗേഷ്യസ് ഫ്യൂവൽസ് ആർ ഡിഫിക്കൽട്ട് ടു സ്റ്റോറേജ് ആൻഡ് ഹാൻഡ്ലിംഗ്. ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോർ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കൊറോസീവ് ഇലക്ട്രോലൈറ്റ്. ഇപ്പം ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് കൊറോഷന് കാരണമാവുന്നുണ്ട്. ദെൻ ഫ്യൂവൽ പ്യൂരിറ്റി റിക്വയർമെൻറ്റ്. ഫ്യൂവൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഫ്യൂവൽസ് എപ്പോഴും പ്യുവർ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് റിസൾട്ട് കിട്ടില്ല. ദെൻ ഹൈ കോസ്റ്റ്. ഈ ഒരു ടെക്നോളജി കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ്. ഇലക്ട്രോ കാറ്റലിസ്റ്റിക് ഇഷ്യൂ, then gaseous fuel storage and handling issue, corrosive electrolyte, fuel purity requirement and high cost. അപ്പോൾ ഇതാണ് ഫ്യൂവൽ സെല്ല്. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന സെല്ല് കെമിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന സെല്ലാണ് ഫ്യൂവൽ സെൽ. അതിൽ പ്രധാനമായിട്ടുള്ള ഫ്യൂവൽ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. ഹൈഡ്രജനും ഓക്സിജനും ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന സെല്ല്. ദെൻ അടുത്തൊരു ടോപ്പിക്കാണ് കണ്ടക്ടിവിറ്റി. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്താണെന്ന് അറിയണമെങ്കിൽ അതിനു മുമ്പ് കണ്ടക്ടേഴ്സ് എന്താണെന്ന് അറിയണം. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന കാര്യമാണ് കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ഓർ മെറ്റൽ ദാറ്റ് അലൗസ് ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി. സച്ച് സബ്സ്റ്റൻസ് ആർ കോൾഡ് കണ്ടക്ടേഴ്സ്. അതായത് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കാൻ കഴിവുള്ളത്. ഫോർ എക്സാമ്പിൾ മെറ്റൽസിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകും. അങ്ങനെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്ന ആൾക്കാരാണ് കണ്ടക്ടേഴ്സ്. ഇനി
വേറൊരു കൂട്ടരുണ്ട്, അതായത് സബ്സ്റ്റൻസ് ദാറ്റ് ഡസ് നോട്ട് അലൗ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ആർ കാൾഡ് നോൺ കണ്ടക്ടേഴ്സ് ഓർ ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രിസിറ്റിയെ കടത്തി വിടാത്തവരെ വിളിക്കുന്ന പേരാണ് നോൺ കണ്ടക്ടേഴ്സ് ഓർ ഇൻസുലേറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ റബ്ബർ, പ്ലാസ്റ്റിക് എക്സെട്ര. അപ്പോൾ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നവർ കണ്ടക്ടേഴ്സും കടത്തിവിടാത്തവർ ഇൻസുലേറ്റേഴ്സും. Then what is meant by conductance? Conductance is denoted by the letter C. It is the reciprocal of resistance. അപ്പോൾ എന്താണ് റെസിസ്റ്റൻസ്? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ടിന് പാസ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥ, അതായത് ഒബ്സ്ട്രക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഈസ് കാൾഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ആണ്, ദാറ്റ് ഈസ് C is equal to 1/R, that is conductance. Conductance is the reciprocal of resistance. Its units are ohm inverse, otherwise called mho or Siemens. It is denoted by the letter S. Conductance is the reciprocal of resistance. C is equal to 1/R. Then specific resistance or resistivity rho. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്ഷൻ ഓഫ് ഫ്രീ ഫ്ലോ ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അപ്പം ഞാനിവിടെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ എടുക്കുകയാണ്. ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. ഓക്കെ, ഇതിൻ്റെ ലെങ്ത് L ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. അതായത് ഇതിൻ്റെ ലെങ്ത് കൂടും തോറും റെസിസ്റ്റൻസ് കൂടുകയും ലെങ്ത് കുറയും തോറും റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. പക്ഷേ ഏരിയ കൂടും തോറും റെസിസ്റ്റൻസ് കുറയുകയും ഏരിയ കുറയും തോറും റെസിസ്റ്റൻസ് കൂടുകയും ചെയ്യും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും തമ്മിലുള്ള വ്യത്യാസം. സോ resistance is directly proportional to length and inversely proportional to area. അപ്പോൾ നമുക്ക് എഴുതാം R proportional to L by A. L is the length and A is the area. അപ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പോൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് കാൾഡ് റോ. ആ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് റോ. റോ ഈസ് കാൾഡ് റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. Okay. Specific resistance is the resistance of a conductor of unit length and unit area of cross section. അപ്പോൾ റോ ഈസ് ഈക്വൽ ടു R ഇൻറ്റു A ബൈ L. നമുക്ക് ഇക്വേഷൻ എന്ന് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ റോയ്ക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ കൊടുക്കാം. ഇനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1ഉം ലെങ്ത് 1ഉം ആണെങ്കിൽ റെസിസ്റ്റൻസ് ആർക്ക് തുല്യമായിരിക്കും? റെസിസ്റ്റിവിറ്റിക്ക് തുല്യമായിരിക്കും. ഇനി അടുത്തതാണ് സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ K. ഇറ്റ് ഈസ് അതർവൈസ് കാൾഡ് കാപ്പ. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മാറിപ്പോകരുത്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ കണ്ടക്ടൻസ്, റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ടൻസ് ഓഫ് 1 centimeter cube ഓഫ് എ കണ്ടക്ടർ ഹെൽഡ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് ഓഫ് 1 centimeter square ഏരിയ. 1 centimeter square ഏരിയ ഉള്ള 2 ഇലക്ട്രോഡുകൾക്കിടയിലുള്ള കണ്ടക്ടൻസിനെ ആണ് സ്പെസിഫിക് കണ്ടക്ടൻസ് ഓർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ K ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 1/ρ. അതായത് റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ ആയതുകൊണ്ട് 1/ρ എന്ന് വിളിക്കാം. അപ്പോൾ റോയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? R ഇൻറ്റു L ബൈ A എന്ന് കൊടുക്കാം. സോ 1/R ഇൻറ്റു L ബൈ A. ഓക്കെ, അപ്പോൾ K ഈസ് ഈക്വൽ ടു നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. 1/Rനെ നമുക്ക് C വെച്ച് കണ്ടക്ടൻസ് വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ K ഈസ് ഈക്വൽ ടു C ഇൻറ്റു L ബൈ A. ദാറ്റ് ഈസ് ഈക്വൽ ടു കണ്ടക്ടൻസ് ഇൻറ്റു L ബൈ A. L by A is called cell constant. അപ്പോൾ K is equal to conductivity is equal to എന്താണ്? C into conductance into L by A. ഓക്കെ, ഇതാണ് ഇക്വേഷൻ.
K is equal to C into L by A. Then എന്താണ് L by A? That is cell constant. It is the ratio of distance between two electrodes L and area of cross section. ഇപ്പോൾ രണ്ട് ഇലക്ട്രോഡുകൾ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എല്ലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇതിൻ്റെ ഇടയ്ക്കുള്ള ലെങ്ത് എല്ലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എയുമായാൽ അവിടുത്തെ സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ L by A. Unit meter inverse or centimeter inverse. So K is called conductance into cell constant. K is equal to C into L by A. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. K is equal to conductance into cell constant or K is equal to C into L by A. ഇനി കണ്ടക്ടിവിറ്റി സെല്ലുണ്ട്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കണ്ടക്ടിവിറ്റി സെല്ലുണ്ട്. അതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. രണ്ട് ഇലക്ട്രോഡുകളുണ്ട്. അതിനകത്ത് പ്ലാറ്റിനം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ പ്ലാറ്റിനം വയർ വിച്ച് ആർ സീൽഡ് ത്രൂ ടു ഗ്ലാസ് ട്യൂബ്. The tubes are strongly fixed such that the distance between the electrode remain unchanged. അപ്പോൾ രണ്ട് ഇലക്ട്രോഡ് ഉണ്ട്, പ്ലാറ്റിനം കോട്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് ട്യൂബ് വെച്ചത് സീൽ ചെയ്തിട്ടുണ്ട്, രണ്ട് ട്യൂബും കോൺസ്റ്റന്റ്ലി ഫിക്സ്ഡ് ആണ്. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഇതാണ് രണ്ട് ഇലക്ട്രോഡ്. ആ രണ്ട് ഇലക്ട്രോഡുകൾക്ക് മണ്ടയിൽ രണ്ട് ട്യൂബുകൾ വെച്ചിട്ടുണ്ട്. ഈ ട്യൂബ് ഇവർ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് L, ഇവരുടെ ഏരിയ ആണ് A. അപ്പോൾ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ സെൽ കോൺസ്റ്റന്റ് ചോദിച്ചാൽ L by A എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആ ഇൻസ്ട്രുമെന്റിന്റെ സെൽ കോൺസ്റ്റന്റ് ഒരിക്കലും മാറത്തില്ല, അതൊരു കോൺസ്റ്റന്റ് ആണ്. ദെൻ നമുക്ക് എങ്ങനെ ഒരു സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം? സെൽ കോൺസ്റ്റന്റ് മേ ബി ഒബ്റ്റൈൻഡ് ബൈ മെഷറിംഗ് L and A. നമുക്കറിയാം സെൽ കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു L by A. സോ ലെങ്തും ഏരിയയും മെഷർ ചെയ്താൽ നമുക്ക് സെൽ കോൺസ്റ്റന്റ് കിട്ടും. പക്ഷേ നമുക്ക് ആക്ച്വൽ ഏരിയ മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, ഡിഫിക്കൽട്ട് ആണ്. ആക്ച്വൽ ഏരിയ മെഷർ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്. ബിക്കോസ് കണ്ടക്ടിവിറ്റി സെൽസ് എല്ലാം വളരെ ചെറുതായിരിക്കും. Thus, in actual practice, cell constant is measured by filling the conductivity cell with a known solution of conductivity. അതായത് നമ്മളിപ്പോൾ കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് നമുക്ക് കണ്ടക്ടിവിറ്റി അറിയാവുന്ന ഒരു സൊല്യൂഷനെ ഫില്ല് ചെയ്ത് വയ്ക്കും. ഫോർ എക്സാമ്പിൾ എടുക്കുന്നത് 0.1 മോളാർ KCl ആണ്. 0.1 മോളാർ KClന്റെ കണ്ടക്ടിവിറ്റി 0.01288 സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണെന്ന് നമുക്ക് അറിയാം. അത് നോൺ ആയിട്ടുള്ളൊരു വാല്യൂ ആണ്. അപ്പം ഇതിനെ എടുത്ത് കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ലെങ്തും ഏരിയയും മെഷർ ചെയ്ത് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ അറിയാവുന്ന കണ്ടക്ടിവിറ്റി ഉള്ള ഒരു സൊല്യൂഷനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് ഫില്ല് ചെയ്ത് വെക്കും. എന്നിട്ട് എങ്ങനെ കണ്ടുപിടിക്കും? കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കണ്ടക്റ്റൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് അല്ലേ? കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? കണ്ടക്റ്റൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് ആണ്. By measuring the conductance of 0.1 molar KCl solution in the given cell, the cell constant can be determined. അപ്പോൾ കണ്ടക്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി ആൾറെഡി അറിയാം, നമുക്ക് അറിയാവുന്നതിൻ്റെയാണ് എടുത്തത്. ദെൻ അവിടെ നിന്ന് സെൽ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ കണ്ടക്റ്റൻസ് എന്ന് വരും. കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ കണ്ടക്റ്റൻസ് മാറിപ്പോകരുത്. സെൽ കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ബൈ കണ്ടക്റ്റൻസ്. പിന്നെ നമ്മുടെ മുന്നിലുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഒന്നും കൂടെ പറഞ്ഞു തരാം. സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂഷ്വലി എല്ലും എയും വേണം. അപ്പം എ മെഷർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നമ്മൾ അറിയാവുന്ന കണ്ടക്ടിവിറ്റി സി ഉള്ള കണ്ടക്ടിവിറ്റി ഉള്ള ഒരു സൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്യും, ഈ കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് ഫില്ല് ചെയ്യും. ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് 0.1 മോളാർ KCl ആണ്. എന്നിട്ട് കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു കണ്ടക്റ്റൻസ് ഇൻറ്റു സെൽ കോൺസ്റ്റന്റ് എന്നാണ്. അപ്പോൾ കണ്ടക്റ്റൻസും നമ്മൾ കണ്ടുപിടിച്ചാൽ കണ്ടക്ടിവിറ്റി നമുക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ സെൽ കോൺസ്റ്റന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? സെൽ കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു ഇക്വേഷൻ തിരിഞ്ഞു വരും, കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ കണ്ടക്റ്റൻസ്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് ഡിജിറ്റൽ കണ്ടക്ടിവിറ്റി മീറ്റർ അവൈലബിൾ ആണ്.
അതായത് നമുക്കിപ്പോൾ എല്ലാ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് പോലെ തന്നെ ഒരു കണ്ടക്ടിവിറ്റി മീറ്റർ നമുക്ക് ലാബുകളിൽ അവൈലബിൾ ആണ്. സോ കണ്ടക്ടിവിറ്റി സെൽ ഈസ് കണക്റ്റഡ് ടു ദ കണ്ടക്ടിവിറ്റി മീറ്റർ. അപ്പോൾ KCL ഫില്ല് ചെയ്ത് കണ്ടക്ടിവിറ്റി സെല്ലിനെ ഈ കണ്ടക്ടിവിറ്റി മീറ്ററിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്യും. നമുക്ക് വേണ്ടുന്ന ടെമ്പറേച്ചർ അതിനകത്ത് സെലക്ട് ചെയ്യാം. ദ കണ്ടക്ടിവിറ്റി സെൽ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ദ സാമ്പിൾ സൊല്യൂഷൻ ടേക്കൺ ഇൻ എ ബീക്കർ. അപ്പോൾ നമുക്ക് സാമ്പിൾ സൊല്യൂഷൻ ബീക്കറിൽ എടുക്കാം. അതിനകത്തോട്ട് ഈ കണ്ടക്ടിവിറ്റി സെല്ലിനെ നമുക്ക് ഡിപ്പ് ചെയ്ത് വയ്ക്കാം. ദ മീറ്റർ മെഷർ ദ കണ്ടക്ടൻസ് ബൈ സെലക്ടിങ് പ്രോപ്പർ റേഞ്ച് സ്വിച്ച്. അപ്പോൾ നമുക്ക് സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എടുത്ത സൊല്യൂഷൻ്റെ കണ്ടക്ടൻസ് എന്ത് ചെയ്യും? അവിടെ എഴുതി കാണിക്കും. വേറെ വലിയ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട സൊല്യൂഷൻ എടുക്കുക, സെല്ല് ഡിപ്പ് ചെയ്യുക, സോ കണ്ടക്ടൻസ് അവിടെ എഴുതി കാണിക്കും. അപ്പോൾ കണ്ടക്ടൻസും അറിയാം, KCLൻ്റെ കണ്ടക്ടിവിറ്റിയും അറിയാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. ഒരു വട്ടം നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സെൽ കോൺസ്റ്റന്റ് എന്ത് ചെയ്യത്തില്ല? പിന്നെ ചേഞ്ച് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. നമുക്ക് ഏത് സൊല്യൂഷന് വേണമെങ്കിലും മാറ്റി മാറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്റ്റൻസ് എന്താണെന്ന് പഠിച്ചു, റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കി, സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്താണെന്ന് നോക്കി, കണ്ടക്ടിവിറ്റി എന്താണെന്ന് നോക്കി, കണ്ടക്ടിവിറ്റി സെൽ എന്താണെന്ന് പഠിച്ചു, സെൽ കോൺസ്റ്റന്റ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.